ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്തിനെ പുറത്താക്കണമെന്ന് ചലച്ചിത്ര അക്കാദമിയുടെ മുൻ അംഗം ഡോക്ടർ ബിജു പറഞ്ഞു. രഞ്ജിത്തിനെതിരെയുള്ള ആരോപണം നിസ്സാരമായി കാണാൻ കഴിയില്ല. സർക്കാരിന് ധാർമ്മികതയുണ്ടെങ്കിൽ രഞ്ജിത്തിനെ പുറത്താക്കണമെന്നും ഡോക്ടർ ബിജു ഫേസ്ബുക്കിൽ ആവശ്യപ്പെട്ടു. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. അശ്വിൻ, ഗുഡ് മോർണിംഗ്. വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. ഈ ആരോപണം ഉയർന്നതിന് പിന്നാലെ രൂക്ഷമായ വിമർശനമാണ് പല കോണുകളിൽ നിന്നും രഞ്ജിത്തിനെതിരെ ഉണ്ടാകുന്നത്. അതിനിടെയാണ് ചലച്ചിത്ര അക്കാദമിയുടെ മുൻ അംഗം കൂടിയായ ഡോക്ടർ ബിജു ഗുരുതരമായ ആരോപണങ്ങൾ ഉൾപ്പെടെ ചേർത്തുകൊണ്ടൊരു ഫേസ്ബുക്ക് കുറിപ്പ് എഴുതിയിരിക്കുന്നു. അതിൽ നേരത്തെ ഉണ്ടായ ആരോപണങ്ങളും ഒപ്പം ചലച്ചിത്ര അക്കാദമിയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളും ചേർത്തിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഈ ആരോപണത്തിന്റെ പുറത്ത് ഒരു നിമിഷം പോലും രഞ്ജിത്തിനെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് തുടരാൻ സർക്കാർ അനുവദിക്കരുത്, അല്പമെങ്കിലും ധാർമ്മികത സർക്കാരിനുണ്ടെങ്കിൽ രഞ്ജിത്തിനെ പുറത്താക്കണം എന്നുള്ളൊരു ആവശ്യം ഇതിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഒപ്പം സർക്കാരിന്റെ നികുതി പണം കൊണ്ടാണ് രഞ്ജിത്തിന് ശമ്പളം കൊടുക്കുന്നത്, രഞ്ജിത്തിന്റെ വാഹനം ഓടുന്നത്, അദ്ദേഹത്തിന്റെ വീടിന് വാടക കൊടുക്കുന്നത് പോലും ജനങ്ങൾ നൽകുന്ന നികുതി പണം ഉപയോഗിച്ചാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാനത്ത് നിന്ന് നീക്കാൻ അടിയന്തരമായി തന്നെ നീക്കേണ്ടതുണ്ട്. ഫ്യൂഡൽ മാടമ്പിമാരെ ചുമക്കേണ്ട, ഫ്യൂഡൽ വിഴുപ്പുകളെ ചുമക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനില്ല. അങ്ങനെ ചുമക്കേണ്ടി വന്നാൽ അത് കേരളത്തിന്റെ തന്നെ അപമാനകരമായ സാഹചര്യമാണ് എന്നടക്കമുള്ള വിമർശനങ്ങളാണ് ഉന്നയിക്കുന്നത്. നമുക്കറിയാം, ഏകദേശം ഒരു 1.5 വർഷം മുമ്പ് ഈ രഞ്ജിത്തുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നാണ് ഡോക്ടർ ബിജു ഈ ചലച്ചിത്ര അക്കാദമി സ്ഥാനത്ത് നിന്ന് പുറത്തായത്, അവിടെ നിന്ന് സ്വയം രാജിവെച്ച് പുറത്തേക്ക് ഇറങ്ങിയത്. എന്തായാലും ഇപ്പോൾ രൂക്ഷമായ വിമർശനങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ചാണ് രഞ്ജിത്തിനെ അവിടെ നിന്ന് മാറ്റണം, തൽസ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നുള്ള ആവശ്യം ഡോക്ടർ ബിജു ഫേസ്ബുക്ക് വഴി ഉന്നയിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു അശ്വിൻ.